ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഉപ്പുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പോൾ കുളമാവ് 6ാം പോയിൻ്റാണ്, അതായത് 6ാം ഹെയർ പിൻ വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വ്യൂ പോയിൻ്റ് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിനി ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോളപ്ര, കാഞ്ഞാറ് ഭാഗമൊക്കെ കാണാൻ പറ്റും. അത് നല്ല മനോഹരമായ കാഴ്ചയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ ഒരു മണിയന്ത്രം മല, അതും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ കുന്നിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉപ്പുകുന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള മനോഹരമായ, അതായത് ബോർഡ് സൈനൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് 95 കിലോമീറ്റർ, അതായത് തൊടുപുഴയിൽ നിന്ന് 40 കിലോമീറ്ററാണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന്. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 2.5 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. മനോഹരമായ 5 ദൃശ്യാവിഷ്കരണത്തിന് ശേഷം നമ്മൾ 6ാമത്തേലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഉപ്പുകുന്നിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരു 95 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ മനോഹരമായ ഒരു ദൃശ്യം കിട്ടും. നമ്മൾ കാട്ടിലൂടെ വരുന്നതിൻ്റെ യഥാർത്ഥ ഫീലിംഗ് കിട്ടുന്ന ഒരു ഇതാണ്. നമ്മൾ വണ്ടിയായിട്ട് സഞ്ചരിക്കുമ്പോൾ പറയാൻ പറ്റും, 2 സൈഡും കാടുകൾ മാത്രമുള്ള ഒരു 2.5 കിലോമീറ്റർ കാട്ടിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് വരുന്ന ഒരു യാത്രയായിരിക്കും. ഇതൊരു പ്രത്യേകം ഉണ്ടാവും നമുക്ക് എന്തായാലും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ ടൗണിൽ നിന്ന് പെട്ടെന്ന് ഒരു പാറയിലേക്ക് മറ്റേ പോകുന്നതിനെക്കാട്ടി ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതായത് ഈ 95 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പൈനാവ് ഡാം കാണാൻ പറ്റും. അങ്ങനെ പല കാഴ്ചകളുണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങോട്ടും നിങ്ങൾ വരാൻ മറക്കരുത്. ഉപ്പുകുന്നെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എന്തായാലും ഇതിൻ്റെ മനോഹര ദൃശ്യങ്ങളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകും. ഇങ്ങനെ നമ്മൾ ഉപ്പുകുന്നെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബാക്കിലേക്ക് നോക്കിയാൽ മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഏത് സൈഡിൽ നോക്കിയാലും വ്യൂ പോയിന്റ് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 5.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടേക്ക് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും 2 വീലേഴ്സിനും കാറിനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇവിടേക്ക് വരിക. ഉപ്പുകുന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ എറണാകുളത്ത് 95 കിലോമീറ്റർ, തൊടുപുഴയിൽ നിന്നാണ് 40.
പോയിന്റിലേക്ക് പോവാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റും നല്ല പറഞ്ഞ പോലെ മലകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കണ പോലെ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ മിസ്സിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടി സഞ്ചരിച്ച് ആ മല കെട്ടിയത് അങ്ങനെയാണ് ഇവിടേക്ക് വന്നേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ 95 കിലോമീറ്റർ കവർ ചെയ്ത് ഇങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതും ഈ പറഞ്ഞ പോലെ ഇടുങ്ങിയ വഴികളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ മീനുളിയമ്പാറ ചെയ്ത അതേപോലത്തെ ഒരു ഇരുണ്ട സ്ഥലത്തൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുല്ല് ചുറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ശരിക്ക് പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സൺ താഴത്തോട്ട് പോയെന്ന് നമ്മൾ പറയും. അതേപോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും നല്ലോണം കത്തി നിൽക്കുന്നത്. അതാണ് പ്രകൃതിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. തൊട്ട് പുറകിൽ ഞാൻ നിൽക്കുന്ന അവിടെ ലൈറ്റില്ല, ഒരു മരങ്ങളോ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ബാക്കിൽ നോക്കി ആ പാറ അല്ലെങ്കിൽ ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല ശരിക്കും കത്തി നല്ല ഉജ്ജ്വലമായിട്ട് നിൽക്കണതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുല്ലാണ് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ തയ്യൽ ഉണ്ടാക്കാൻ എടുക്കുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഞാനിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷേ നല്ല മനോഹരമായ കാഴ്ചയാണ്. കാരണം ഇവിടെ അന്ന് ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ഫാമിലീസ് ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ഫാമിലീസ് അവർ ഭക്ഷണം കൊണ്ടുവന്ന് വണ്ടിയിൽ നിന്ന് മാറി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് തൊടുപുഴയിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണിത്. കുളനാവ് എന്ന് പറഞ്ഞ ഒരു ഡാമുണ്ട്. ആ ഡാമും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ്. ഡാമിലെ കാഴ്ചകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഉപ്പൂന്ന് എന്നുള്ള സ്ഥലം. ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ 6ാമത്തെ എപ്പിസോഡാണ്. ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഊർജ്ജങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വ്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോ ഏരിയകളിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സന്തോഷം കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അപ്പോൾ 5 എപ്പിസോഡ് കണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപ്പൂരിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുകയാണ്. ഉപ്പൂരിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് സിജു പറഞ്ഞ ഇത്രയാണ്. അതേപ്പറ്റി ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരവിരുതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പൂരിലേക്ക് വന്ന സമയത്ത് ഒരു 3 ആനകൾ നമുക്ക് കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ പോയ ആൾക്കാർക്ക് കിട്ടി. അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഉപ്പൂന്നിൽ വന്നേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് 40 കിലോമീറ്റർ മാത്രമാണ് ഈ പോകുന്നത്
എന്ന് പറഞ്ഞ സ്ഥലം. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാതിരിക്കുന്നത്. അതായത് ഭയങ്കര റിലാക്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ചൂടൊന്നുമില്ല, നല്ല തണുപ്പാണ്. ഇടുക്കിനെ കുറിച്ച് പറയുമ്പോൾ അറിയാമല്ലോ, മറ്റുള്ള ജില്ലകളെക്കാട്ടും ചൂട് കുറവുള്ള ജില്ലയാണ്. പിന്നെ ഗ്രീൻ ജില്ലയാണ്, ഗ്രീനിഷ് കൂടുതലുള്ള ജില്ലയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണും വരെ നമുക്ക്